ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും തൊടുകുറി ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യവും വളരെ വലുതാണ്. തൊടുകുറി ശാസ്ത്രം എന്നത് സത്യമുള്ള ശാസ്ത്രമാണ്. ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. ഭൂരിപക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് തൊടുകുറി ശാസ്ത്രങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. എന്ത് ആഗ്രഹത്തിന് പുറത്താണ് നിങ്ങൾ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ആ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് തന്നെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനായി ശ്രമിക്കണം. അതുപോലെ തന്നെ എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കേണ്ടത്, അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവീ ദേവന്മാരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ട് വേണം നിങ്ങൾ ചിത്രം സെലക്ട് ചെയ്യുവാനായി. നിങ്ങളുടെ മനസ്സ് പറയുന്ന കൃത്യമായ ചിത്രം ഏതാണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ കൃത്യമായ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളും ഇതിലൂടെ പറയാൻ സാധിക്കുന്നുണ്ട്. 20 പേർ ഇത് കണ്ടാൽ അതിൽ 16 പേരുടെയും ഫലങ്ങൾ ഏകദേശം കൃത്യമായിരിക്കും. ഇനി ചിത്രങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾ ചിത്രങ്ങൾ സെലക്ട് ചെയ്തു എന്ന് കരുതുന്നു. 1ാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് ആദ്യം പറയാൻ തുടങ്ങുന്നത്. സുഹൃത്തുക്കളോട് തികഞ്ഞ ആത്മാർത്ഥത കാണിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് 2-3 സുഹൃത്തുക്കളാണ് ഉള്ളതെങ്കിലും അവരോട് എന്തു കാര്യത്തിനായാലും അവർ നിങ്ങളോട് സഹകരിച്ചില്ലെങ്കിലും അവരുടെ എല്ലാ ആവശ്യത്തിനും അങ്ങോട്ട് പോയി നിങ്ങൾ സഹകരിക്കും. അവരോട് പ്രത്യേക ആത്മാർത്ഥത പുലർത്തുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ എടുത്തു പറയേണ്ട സവിശേഷ ഗുണങ്ങളിൽ ഒന്നു തന്നെയാണ്. സ്നേഹം, വാത്സല്യം തുടങ്ങിയ സദ്ഗുണങ്ങൾ മറ്റുള്ളവരെക്കാളും നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആത്മാർത്ഥതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നതും. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് നിങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പല അബദ്ധങ്ങളിലും നിങ്ങൾ ചെന്നു ചാടുവാനുള്ള സാധ്യതകളും വളരെയധികമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുന്ന സ്വഭാവം ഇവരിൽ കാണപ്പെടാറില്ല. കലാപരമായ കാര്യങ്ങളിലും മതാനുഷ്ഠാനങ്ങളിലുമൊക്കെ വളരെയധികം താല്പര്യം കാണിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ആകർഷകമായ സൗന്ദര്യത്തിൻ്റെ ഉടമകളും കൂടിയായിരിക്കും നിങ്ങൾ. ഇതൊക്കെ ആണെങ്കിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നിങ്ങൾ. പല കാര്യങ്ങളും ആലോചിച്ച് നിങ്ങൾക്കുള്ളിൽ വളരെയധികം ഭയമുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഭഗവാനെ ആരാധിക്കുക വഴി കുറഞ്ഞു വരുന്നതാണ്. അത് ചിലപ്പോൾ ധനപരമായ ബുദ്ധിമുട്ടുകളോ, സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ, ആരോഗ്യപരമായി നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഷ്പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളോ ഒക്കെ ഇതിൽ വന്നു പെടാവുന്നതാണ്. ഏതു കാര്യത്തെയും നേരിടാനുള്ള ശക്തിയും മനോബലവും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിരന്തരം വന്നു ചേരുക വഴി നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുവാനുള്ള ശേഷി നിങ്ങൾ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീതിന്യായ കാര്യങ്ങളിൽ നിന്ന് വിജയം നിങ്ങൾ നേടുന്നതാണ്. പലപ്പോഴും പിന്നിൽ നിന്ന് കുത്തു ലഭിച്ചവരോ ചതിയിലോ വഞ്ചനയിലോ പെട്ടുപോയവരോ ആയിരിക്കാം നിങ്ങൾ. ഏതു കാര്യത്തിനും എടുത്തു ചാടി പ്രവർത്തിക്കുന്നവരായിരിക്കില്ല നിങ്ങൾ. ധനലാഭം ഉണ്ടാകുവാനും സത്സന്താനങ്ങളെ ലഭിക്കുവാനും ആരോഗ്യപരമായി എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മെല്ലെ മെല്ലെ മാറിക്കിട്ടുന്നതായിട്ടും ഇവിടെ കാണപ്പെടുന്നു. പേടിക്കേണ്ട ഒരാവശ്യവും നിങ്ങൾക്കില്ല. ഈശ്വരാധീനം കൂടുതലായി ഉണ്ട്. ഇഷ്ടഭഗവാനെ നല്ല രീതിയിൽ വിശ്വസിക്കുക. കൂടുതലായും ആരോടും അടുക്കരുത്. വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും നിങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ ഇവർ വളരെയധികം പിന്നിലായിരിക്കും.
നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമായാലും നിങ്ങളത് മറ്റുള്ളവരോട് മനസ്സ് തുറക്കുന്ന ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വഭാവം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ശാസ്ത്രീയപരമായാലും കലാപരമായാലും നല്ല അറിവും പാണ്ഡിത്യവും കൂടുതലായി ഉള്ളവരായിരിക്കും നിങ്ങൾ. വികാരങ്ങളെ പിടിച്ചു നിർത്തുവാൻ പലപ്പോഴും ഇവർക്ക് സാധിക്കാറില്ല. എന്നിരുന്നാലും ശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമകളാണ് ഇവർ. ശുദ്ധഗതിക്കാരും സത്യസന്ധരും ആയതുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്ത് വിചാരിച്ച വിജയം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഔദ്യോഗിക രംഗത്ത് വളരെയധികം ശോഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടവരാണ് നിങ്ങൾ. അസാമാന്യമായ കഴിവും ബുദ്ധിശക്തിയും നിങ്ങൾക്കുണ്ട്. വിഷമങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്ന് ഒരിക്കലും സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോഴുള്ള സങ്കടങ്ങൾ വെറും താൽക്കാലികം മാത്രമാണ്. തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള വഴികൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു സാധ്യത നിങ്ങൾക്ക് മുന്നിൽ നിൽപ്പുണ്ട്. പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കണമെന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുവാനുള്ള മനസ്സ് പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവാറില്ല എന്നതാണ് സത്യം. വിഷമകരമായ അവസ്ഥ എത്ര ശ്രമിച്ചാലും ഒന്നും നടക്കില്ല എന്ന ഒരു ചിന്ത നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതായത് നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ്. അതിനുള്ള മനസ്സാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. മനോബലം നിങ്ങൾ വളർത്തിയെടുക്കുക തന്നെ വേണം. ഇഷ്ടദേവതയെ സദാ സ്മരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണർവും ഉന്മേഷവും ഒക്കെ വന്നു ചേരുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടഭഗവാന്റെ അനുഗ്രഹം മൂലം നിങ്ങൾക്ക് പടിപടിയായി നടന്നു കിട്ടുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കില്ല എങ്കിലും നമ്മളുടെ ആഗ്രഹങ്ങൾ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ വളർത്തിയെടുക്കുവാൻ നിങ്ങൾ വളരെയധികം ശ്രമിക്കുക. പണ്ടുള്ളവർക്കായി നമ്മൾ കേട്ടിട്ടുണ്ട്, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം നമുക്ക് ഭഗവാൻ തരികയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന ന്യായമായ പല ആഗ്രഹങ്ങളും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. അപ്പോൾ ഭഗവാൻ അതിൻ്റെ ഒരംശമെങ്കിലും നമുക്ക് നടത്തി തരാതിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടദേവീ ദേവന്മാരുടെ കടാക്ഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനായും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പരിഗണനയും സ്നേഹവും ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നൊരു വിശ്വാസവും നിങ്ങളുടെ ഉൾമനസ്സിൽ എവിടെയോ നിലനിൽക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തു നല്ല കാര്യം ചെയ്താലും അല്ലെങ്കിൽ എത്ര സ്നേഹിച്ചാലും അവഗണനയും പരിഹാസവും മാത്രമാണ് ഫലം. ഇപ്പോൾ ഇത്തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ നിങ്ങൾക്ക് നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം. മാത്രമല്ല സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ മറികടക്കാൻ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. നിഷ്കളങ്ക മനസ്സിനുടമകളായിരിക്കും നിങ്ങൾ. മുന്നിൽ നിന്ന് ചിരിച്ചു നിൽക്കുന്നവരെ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈശ്വരനോട് വളരെയധികം അടുത്തു നിൽക്കുന്നവരാണ് നിങ്ങൾ. ഏത് ആപത്ഘട്ടത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ ഈ ഒരു ഈശ്വരശക്തി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപക്ഷെ പല നഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇനിയും വന്നു ചേരാനിടയുണ്ട്. എങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല. മനസ്സ് തളരാതെ അതിനെയൊക്കെ മനോബലത്തോടു കൂടി നിങ്ങൾ ഉറപ്പായും തരണം ചെയ്യുന്നതാണ്. വാശിയും ദേഷ്യവും ഒക്കെയുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിലും അതിനേക്കാൾ ഉപരി നന്മയും സ്നേഹവും ഉള്ളവരാണ് നിങ്ങൾ. അതിനാൽ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ സാധിക്കാത്തവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കാനും തൽപരപ്പെടുന്നവരാണ് നിങ്ങൾ.
ഇത്തരം മനോഭാവമുള്ളതുകൊണ്ട് തന്നെ ഭഗവാൻ നിങ്ങളെ കൈപ്പിടിച്ചുയർത്തും. കർമ്മഫലവും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നേടിത്തരുന്നതിന് ഒരുപാട് സഹായിക്കും. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങൾ തന്നെയാണ്. പലതും അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് നിങ്ങൾക്ക് ഉപകരിക്കും. അഭിമാനത്തിന് കോട്ടമരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും നല്ലതു മാത്രം പറയണമെന്ന ചിന്തയാണ് എപ്പോഴും നിങ്ങളിലുള്ളത്. നിങ്ങൾ മൂലമോ അതോ കുടുംബത്തിലെ മറ്റു വ്യക്തികൾ മൂലമോ നിങ്ങളുടെ വീട്ടിൽ ഒരു ശുഭകരമായ കാര്യം നടക്കാൻ പോകുന്നുണ്ട്. തീർച്ചയായും ഇനി വരും നാളുകൾ സമ്മിശ്ര ഫലങ്ങളാണ് നിങ്ങൾക്ക് നേടിത്തരുക. ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മറികടക്കാനുള്ള ശക്തിയും ഫലവും ഭഗവാൻ തരുമെന്നതിനപ്പുറം നിങ്ങൾക്ക് അതിലും വലിയ സന്തോഷങ്ങൾ നിങ്ങളെ തേടി വരാനിരിക്കുന്നു. കഴിവും ബുദ്ധിയും എല്ലാം നിങ്ങളിൽ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങളും പ്രശംസയും ഒക്കെ നിങ്ങളെ തേടി വരുന്നതാണ്. വരും നാളുകളിൽ ധനപരമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. ഈശ്വരാനുഗ്രഹം കൂടുതലായ നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. ആരോഗ്യപരമായ ഒരു പുരോഗതി നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അതിനുള്ള പരിഹാരവും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇതൊക്കെയാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ പോലും ഇനി വരും നാളുകൾ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചെറിയ ചെറിയ നാളുകളായി തീരുമെന്നുള്ളത് തീർത്തും പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടദേവീ ദേവന്മാരുടെ നാമം സദാ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഭഗവാൻ